ബഹുമാനപ്പെട്ട ഋഷി സാർ, ഐലാൻഡ് IAS അക്കാഡമിയുടെ ഡയറക്ടേഴ്സ്, ഐലാൻഡ് ഫാക്കൽറ്റീസ്, ഐലാൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, UPSC റാങ്ക് ലിസ്റ്റിലെത്തിയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഐലാൻഡ് ഈ ജൂൺ 10 ഫെലിസിറ്റേഷൻ പ്രോഗ്രാം UPSC ടോപ്പർ സബ്മിറ്റ് ഓർഗനൈസ് ചെയ്തു എന്ന് അറിഞ്ഞ അന്ന് തൊട്ട് ഇവിടെ വന്ന് സംസാരിക്കണം എന്ന് എനിക്കറിയാം. അന്ന് തൊട്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് ആലോചിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് എന്നിട്ട് കുറച്ചൊരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയത്. എന്താണെന്ന് അറിഞ്ഞുകൊണ്ടൊരു ബ്ലോക്കായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടൊരു ഡിസ്ക്ലെയിമർ പറയാം, ഞാൻ ഭയങ്കര ഇമോഷണലായിട്ടൊരു പേഴ്സണാണ്. ഞാൻ കരയുന്നതൊക്കെ പബ്ലിക്കായിട്ട് പലരും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ കരയും, എന്നാലും ഞാൻ കരയാതിരിക്കാൻ തയ്യാറായിട്ടാണെന്ന് വന്നേക്കുന്നത്. എനിക്കൊരു ലോങ് ലിസ്റ്റ് ഓഫ് വെരി ലോങ് ലിസ്റ്റ് ഓഫ് താങ്ക്സ് ആണ് ഐലാൻഡിനോടും ഐലാൻഡിലെ ടീമിനോടും പറയാനുള്ളത്. അതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ സരിത ടീച്ചറിൻ്റെയും അരവിന്ദ് സാറിൻ്റെയും മാശ്വർ സാറിൻ്റെയും മലയാളം ഓപ്ഷണൽ ക്ലാസ്സിലൂടെയാണ് ജൂൺ 2022 ഞാൻ ഐലാൻഡുമായിട്ട് ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഐലാൻഡിൽ ഓൺലൈനായിട്ടാണ് ഞാൻ പഠിച്ചത്, PCM കോഴ്സും മലയാളം ഓപ്ഷണൽ ക്ലാസ്സും. അപ്പോൾ ഐലാൻഡ് ഓൺലൈൻ എക്കോസിസ്റ്റത്തിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട്, ഐലാൻഡ് തരുന്ന സപ്പോർട്ടിലും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മാർച്ച് 2023 ഞാൻ ഐലാൻഡിലെ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പൊട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, തരക്കേടില്ലാത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് മാർച്ച് 2023 മുതൽ എടുത്ത തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയോ ശരിയായിട്ടുണ്ട്. അത് ഞാൻ ഐലാൻഡ് തിരഞ്ഞെടുത്തുകൊണ്ടാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഐലാൻഡിൽ വന്നതിന് ശേഷം എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. അതിൻ്റെ പിന്നിലുള്ളത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇജാസ് സാറും ഡയസ് സാറും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വളരെ ഒരാൾക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഐലാൻഡിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അന്ന് ഇരുന്ന് പഠിക്കുക, കറക്റ്റായിട്ട് പരീക്ഷ വരും, അതിന് വേണ്ടി റിവൈസ് ചെയ്യുക, അത് കഴിഞ്ഞ് മാസത്തിലൊരിക്കൽ ഒരു പരീക്ഷ വരും, അതിന് വേണ്ടി റിവൈസ് ചെയ്യുക. ഇതെല്ലാം ഐലാൻഡ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. പഠിക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ഐലാൻഡിൽ ചേരുക എന്നുള്ളതായത് ഐലാൻഡ് ഈ സ്ട്രോങ് പ്രോഗ്രാം കാരണമാണ്, ഐലാൻഡ് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് പ്രോഗ്രാം കാരണമാണ്. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക് യു. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവാത്ത തരത്തിൽ എനിക്ക് താങ്ക് യു പറയണം എന്നുണ്ട്. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ എനിക്ക് എല്ലാവരെയും അറിയാം. ഐലാൻഡിലെ ഓൾമോസ്റ്റ് ഫാക്കൽറ്റീസിനെ എനിക്കറിയാം. ഞാൻ ഓൺലൈനായിട്ടായിരുന്നുകൊണ്ടാണ് പലർക്കും എന്നെ അറിയാത്തത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ക്ലാസ് ഡയസ് സാറിൻ്റെ ജോഗ്രഫി ആയിരുന്നു. സാറ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. സാർ ഇംഗ്ലീഷിലാണോ മലയാളം എനിക്ക് ഓർമ്മയില്ല. സാറ് പറഞ്ഞ എങ്ങനെയായാലും ഞാനത് ഇംഗ്ലീഷിലാക്കി എൻ്റെ എസ്സേക്കായിട്ടൊരു ഒരു സെൻറ്റൻസ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സാറ് ലാൻഡ് ഫോംസ് പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്, ലാൻഡ് ഫോംസ് അല്ല, ഇന്ത്യൻ ജോഗ്രഫി പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്, ഡെസേർട്ട് എന്ന് പറഞ്ഞ ഒരു ക്യാൻവാസാണ്. ആ ക്യാൻവാസിൽ പെയിൻറ്റർ അല്ലെങ്കിൽ ക്യാൻവാസിലെ ആർട്ടിസ്റ്റാണ് വിൻഡ്. ഈ വിൻഡ് അയാളുടെ പെയിൻ്റായ സാൻഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മികച്ച ആർട്ട് ഫോംസാണ് ഡെസേർട്ടിലെ ലാൻഡ് ഫോംസ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് എസ്സേയിൽ എഴുതാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, എസ്സേയിൽ എഴുതാൻ പറ്റിയില്ല. എനിക്ക് ഡയസ് സാറിൻ്റെ ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് സാറ്. സാറിൻ്റെ ക്ലാസ് ഫെയിലിയറിനെ എങ്ങനെ, അതായത് നമ്മൾ ഒരു പരീക്ഷയിൽ നമുക്ക് പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പല കുറ്റങ്ങൾ പറയും, പരീക്ഷ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊന്നുമല്ല. ഡയസ് സാർ എന്തുകൊണ്ട് മെയിൻസ് ക്ലിയർ ആയിരുന്നില്ല എന്നുള്ളതിന് വ്യക്തമായിട്ട് ഉത്തരം ഡയസ് സാർ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആസ് ആൻ ആസ്പിറൻറ്റ് അത് നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, ഡയസ് സാർ പ്രിലിംസ് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് സാറിന് അറിയാം. സാറ് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. മെയിൻസിൻ്റെ സമയത്ത് സാറിന് പറ്റിയ പാളിച്ചകൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ വലിയൊരു ലെസൺ ആയിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അത് ആദ്യമായിട്ട് ഞാൻ കേട്ടത് ഡയസ് സാറിൻ്റെ നിന്നാണ്.
ഇനി എനിക്ക് പറയാനുള്ളത് ഇജാസ് സാറിനെ പറ്റിയാണ്. ഞാൻ പല പ്രാവശ്യം ഐലാൻഡിൽ റിവ്യൂ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്കും സാറിൻ്റെ നോട്ട്സും സാറിൻ്റെ ക്ലാസ്സും അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് റിവ്യൂ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടത് വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറാണ് ഗവർണൻസിൻ്റെ ക്ലാസ്സാണ് എനിക്ക് ആദ്യമായിട്ട് എടുക്കുന്നത്. ഗവർണൻസിനും സോഷ്യൽ ജസ്റ്റിസിനും ഇന്ത്യൻ പൊളിറ്റിയുടെ ബാക്കി പോർഷനൊന്നും വേറെ ഒരിടത്ത് നോട്ട് തപ്പി കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഒരു ടൈം സേവർ ആയിരുന്നു സാറിൻ്റെ ക്ലാസ്സും സാറിൻ്റെ നോട്ട്സും. സാറിനോടും വലിയൊരു താങ്ക് യു പറയുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ച ഫാക്കൽറ്റീസിൽ പലരും ഇപ്പോൾ ഇവിടെ ഇല്ല. എന്നാലും ഞാൻ ജിഷ്ണു സാറിനെ കാണുന്നത്, ജിഷ്ണു സാർ എനിക്ക് സൊസൈറ്റി എടുത്തിട്ടുണ്ട്, സാറിനെന്ന് അറിയുണ്ടാവില്ല. ജിഷ്ണു സാറിനെ ഞാൻ കാണുന്നത് റിസൾട്ടിന് ശേഷമാണ്. റീനു ഇവിടെ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ വിഷനുള്ള, വളരെ എന്താ സോഷ്യൽ കൊഹേഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന, അത് UPSC സിലബസിലുള്ള കാര്യമാണ്. അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരാളാണ് ജിഷ്ണു സാർ. അപ്പോൾ ജിഷ്ണു സാർ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ മെൻറ്റീസ്, ഞാൻ മെൻറ്റർ ചെയ്യുന്ന കുട്ടികൾ ജിഷ്ണു സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ജിഷ്ണു സാറിൻ്റെ മനസ്സിൽ, ജിഷ്ണു സാറിൻ്റെ ആ ഒരു ഗോൾ, ജിഷ്ണു സാറിൻ്റെ വിഷൻ, അതിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. ജിഷ്ണു സാറിനും സാറിൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ഒരുപാട് താങ്ക് യു ഉണ്ട്. ഞാൻ PCM ജോയിൻ ചെയ്യുമ്പോൾ ഐലാൻഡ് ഹൈലൈറ്റാണ് ഐലാൻഡ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. ഞാനിപ്പോൾ ഐലാൻഡിലൊരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ എനിക്ക് കിട്ടിയത് രാഹുൽ രാജേന്ദ്രൻ സാർ എന്ന മെൻറ്ററാണ്. അപ്പോൾ എൻ്റെ പ്രിലിംസ് വരെയുള്ള എൻ്റെ സ്റ്റേജിൽ എൻ്റെ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് സാറാണ്. സാറിനൊരു വലിയ താങ്ക് യു പറയുന്നു. പക്ഷേ എൻ്റെ മെൻറ്റർ ആരാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് നിഖിൽ ലോഹിതാക്ഷൻ സാറാണ് എൻ്റെ മെൻറ്റർ എന്നാണ്. എനിക്ക് സാറിൻ്റെ അതർ സൈഡ് കാണാൻ പറ്റിയതിൽ ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടൊരാളാണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മെൻറ്റീസ്, ഞാൻ മെൻറ്റർ ചെയ്യുന്ന കുട്ടികളൊക്കെ പറയും നിഖിൽ സാർ ആരെ കണ്ടാലും ചിരിക്കില്ല. അത് പൊതുവേ ഉള്ളൊരു പറച്ചിലാണ്, നിഖിൽ സാർ ആരെ കണ്ടാലും ചിരിക്കില്ല. പക്ഷേ നോൺ സ്റ്റോപ്പായിട്ട് ചിരിക്കുന്ന നിഖിൽ സാറിനെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ട് സാറിൻ്റെ വീട്ടിൽ പോകാനും സാറിനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാനും ആ ഒരു ആഫ്റ്റർനൂൺ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു സാറാണ്, ഒരാളാണ് എനിക്ക് നിഖിൽ സാർ. നിഖിൽ സാർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ മെൻറ്ററായിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്ററായിരുന്നു. അങ്ങനെ വന്നതിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാർ. എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് April 11 അറിഞ്ഞിട്ട് എന്നെ വിളിച്ച് നോൺ സ്റ്റോപ്പായിട്ട് ചിരിച്ച ആളാണ് നിഖിൽ സാർ. കുറേ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സാർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ റോഡിൽ കൂടെ നടക്കുകയായിരുന്നു. അപ്പം ഈ ശരിക്കുള്ള നിഖിൽ സാർ ഇതാണ്. അത് കാണാൻ പറ്റിയവർ മാത്രമാണ് ഭാഗ്യവാന്മാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ TJ സാറിനെ പറ്റി പറഞ്ഞാൽ, TJ സാർ പറയുന്ന കാര്യങ്ങൾ എന്നെ അറിയിക്കുന്നത് ഷിനാസ് സാറായിരുന്നു. ഇപ്പോൾ ഇൻ്റർവ്യൂ റീനു പറയുന്ന പോലെ ഷിനാസ് സാർ ഒരു ചിയർ ലീഡറാണ്. സാർ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തരുന്നതാണ്. എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ ഷിനാസ് സാർ പറയുന്നത്, മെയിൻസിന് നിന്നെ മെൻറ്റർ ചെയ്യാനായിട്ട് ഞാൻ ചോദിച്ചിരുന്നു, നിഖിൽ തന്നില്ല. നിന്നെപ്പറ്റി നിൻ്റെ മെൻറ്റേഴ്സിന്, അതായത് രാഹുൽ സാറിന് നല്ല അഭിപ്രായമായിരുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നെ മെയിൻസിന് മെൻറ്റിയായിട്ട് വേണമായിരുന്നു, പക്ഷെ നിഖിൽ തന്നില്ല എന്നാണ് സാർ പറയുന്നത്. അത് സാർ തമാശയ്ക്ക് പറഞ്ഞാൽ എനിക്കതൊരു വലിയ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് TJ സാറിനെ പറ്റി ഷിനാസ് സാർ പറയുന്നത്, TJ സാർ എപ്പോഴും പറയും, അവളെ കണ്ടാലേ അറിയാം അവൾക്ക് സർവീസ് കിട്ടും. ഇതൊക്കെ ഞാൻ എൻ്റെ പേരൻസിനോട് പോലും ഞാനിതൊന്നും ഷെയർ ചെയ്തിട്ടില്ല, എൻ്റെ ഹസ്ബൻഡിനോട് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. കാരണം ഷിനാസ് സാറ് വെറുതെ കോൺഫിഡൻസ് തരാൻ പറയുന്നതാണോ, ഷിനാസ് സാർ തമാശയ്ക്ക് പറയണതാണോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ എനിക്ക് കോൺഫിഡൻസ് തരും. പക്ഷേ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഞാനിങ്ങനെ വിചാരിക്കും, ചിലപ്പോൾ ആയിരിക്കില്ല, ചിലപ്പോൾ സാർ ചുമ്മാ കോൺഫിഡൻസ് തരാൻ വേണ്ടി പറയുന്നതായിരിക്കും. TJ സാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരാളെ കണ്ടാൽ അറിയുമോ അയാൾക്ക് സർവീസ് കിട്ടോ ഇല്ലത് എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. എന്നാൽ ഇങ്ങനെയാണ് എനിക്ക് TJ സാറായിട്ടുള്ള ഇൻട്രാക്ഷനും ഷിനാസ് സാറായിട്ടുള്ള ഇപ്പോൾ പാരൻസിന് പ്രത്യേകമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഷിനാസ് സാറിന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും അറിയാം, അവരെ പറ്റി ഡീറ്റെയിൽഡായിട്ട് സാറിന് അറിയാം, ആസ് എ പേഴ്സൺ അവരെ അറിയാം. അപ്പം അത്രയ്ക്കും എഫേർട്ടാണ് ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ സമയത്ത് ഷിനാസ് സാർ ഇടുന്നത്. അപ്പം അതിനും ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിന് എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഷിനാസ് സാറിനോട് വളരെ നന്ദി പറയുന്നു.
ഷിനാസ് സാറിൻ്റെ കൂടെ ഷിനാസ് സാറിൻ്റെ ഓരോ 1-on-1 സെഷന് വേണ്ടി ഞാൻ പെസ്റ്റർ ചെയ്തത്, ഞാൻ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിപ്പിച്ചത് മാർട്ടിനെയാണ്. മാർട്ടിൻ റീനു പറഞ്ഞ ആ മാർട്ടിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് പഠിച്ച ആളാണ്. അപ്പം ഐലേണിൻ്റെ ഓൺലൈൻ എക്കോസിസ്റ്റം, അതിൻ്റെ ടെക്നീഷ്യൻസിനോട് എല്ലാവരോടും ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ ഓഡിയോ ഇഷ്യൂ ഉണ്ട്, എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് അപ്ലോഡ് ചെയ്യുമോ, ഈ ക്ലാസ്സിൽ നിന്ന് അപ്ലോഡ് ചെയ്യുമോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ എല്ലാ റിക്വസ്റ്റിനും റെസ്പോണ്ട് ചെയ്ത ചേട്ടന്മാർക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഐലേണിൻ്റെ എല്ലാ സ്റ്റാഫിനോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഋഷി സാറിനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത ഐലേൺ, ഋഷി സാറിൻ്റെ ഇത്രയും വലിയ വേർഡ്സ് ഓഫ് വിസ്ഡംസ് നമുക്ക് കേൾക്കാൻ പറ്റി. അതിന് ഐലേണിനോടും ഋഷി സാറിനോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ഐലേൺ എനിക്ക് ഒരുപാട് നല്ല ആളുകളെ, എനിക്ക് ലൈഫ് ലോങ് ചെറിഷ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളെ എൻ്റെ ലൈഫിലേക്ക് തന്നതാണ്. അതിനൊരു വലിയ നന്ദി പറയുന്നു. അതിൽ എൻ്റെ പിയർമോക്ക് ഗ്രൂപ്പാണ്. ഞങ്ങൾ 3 പേരും, അലനും ഞാനും നിരഞ്ജനയും, ഞങ്ങൾ ആഫ്റ്റർനൂൺ എന്നും ഇൻ്റർവ്യൂ ടൈമിൽ ഐലേണിലുണ്ടാവും. അപ്പം ഐലേണിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, എന്ത് ബർത്ത്ഡേ കേക്ക് കട്ടിങ് ഉണ്ടെങ്കിലും മാർട്ടിൻ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യും. അവിടെ എന്ത് ഫുഡ് വന്നാലും മാർട്ടിൻ ഞങ്ങൾക്ക് കൊണ്ട് തരും. അപ്പോൾ ഇൻ്റർവ്യൂ ടൈമിൽ ഐലേണുമായിട്ട് എനിക്ക് കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. അത് മുമ്പേ ചെയ്യണമെന്ന് എനിക്ക് അന്നാണ് തോന്നിയത്. അപ്പം ഞാൻ ഷിനാസ് സാറ് വളരെ ചുരുക്കി സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞാലും തീരത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്ന ഈ ഭാഗ്യമെല്ലാം ഉണ്ടാകാൻ കാരണം ഐലേണാണ്. സരിത ടീച്ചറും ആശ്വൽ സാറും അരവിന്ദ് സാറുമാണ്. അപ്പോൾ എത്ര പറഞ്ഞാലും എൻ്റെ നന്ദി തീരില്ല. അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല, ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.